1433 ഫ്രാൻസിലെ അവിഞ്ഞോൺ പട്ടണം. അവിടുത്തെ ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സമൂഹത്തിൽപ്പെട്ട ഗ്രേ പെനിറ്റൻസ് എന്നറിയപ്പെടുന്ന സന്യാസിമാരുടെ ആശ്രമ കേന്ദ്രമായ വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം. 1433 നവംബർ 30 മുതൽ തുടർച്ചയായി ദിവസങ്ങളോളം മഴ പെയ്യാൻ തുടങ്ങി. അവിഞ്ഞോൺ നഗരം വെള്ളത്തിൽ മുങ്ങി. തങ്ങളുടെ കൊച്ചു ദേവാലയം വെള്ളത്തിൽ നശിച്ചു കാണുമെന്ന് സന്യാസ സഹോദരർ കരുതി. നിത്യാരാധനയ്ക്കായി എഴുന്നള്ളിച്ചു വെച്ചിരുന്ന ദിവ്യകാരുണ്യം ഒലിച്ചു പോകാതെ വീണ്ടെടുക്കുന്നതിനായി ആശ്രമത്തിൻ്റെ തലവനും മറ്റൊരു സന്യാസിയും കൂടി വഞ്ചി തുഴഞ്ഞ് ദേവാലയത്തിലെത്തി. ദേവാലയത്തിലെത്തിയ അവരൊരു അത്ഭുതം കണ്ടു. ദേവാലയത്തിൽ 4 അടിയോളം വെള്ളം ഉയർന്നിരുന്നു. പക്ഷേ മോശയുടെ കാലത്ത് ചെങ്കടൽ വഴിമാറിയതുപോലെ ദേവാലയ കവാടം മുതൽ അൾത്താര വരെയുള്ള വഴിയിൽ വെള്ളം മാറി നിൽക്കുന്നു. അത്ഭുത സ്തബ്ധരായ സന്യാസിമാർ തങ്ങളുടെ ആശ്രമത്തിലെ മറ്റു സഹോദരങ്ങളെ വിവരമറിയിച്ചു. നവംബർ 30 ഈ അത്ഭുതം ആഘോഷിക്കാൻ അവിടെയുള്ള വിശ്വാസികൾ ഇന്നും ദേവാലയത്തിൽ ഒത്തുകൂടുന്നു. ചെങ്കടൽ വഴിമാറിയ ശേഷം മോശ നടത്തിയ സ്തുതിപ്പിൽ നിന്നും എടുത്ത വചനഭാഗം ഉപയോഗിച്ച് ഇവർ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ അന്നേ ദിവസം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി, പ്രവാഹങ്ങൾ നിശ്ചലമായി, കടലിൻ്റെ ആഴങ്ങൾ ഉറഞ്ഞു കട്ടയായി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. പുറപ്പാട് 15-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ദിവ്യകാരുണ്യത്തെ സംരക്ഷിക്കാൻ ജലഭിത്തി കെട്ടിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.